السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അറിവിൻ്റെ വിഹായസിൽ റുമാണം പരത്തിയ ഒരു ജ്ഞാന സുഗന്ധപ്പൂ കൊഴിഞ്ഞു വീണു. ശൈഖുൽ ജാമിഅയും ഇതാ നമ്മെ വിട പറഞ്ഞു. സദാ ചുണ്ടിൽ ചിരി തൂകി മൃദുലമായി തഴുകിയ വിനയത്തിനിളം തെന്നൽ നിലച്ചു പോയി. നമ്മെ നയിക്കുവാൻ ഇനിയെന്നും സ്മരണ ബാക്കി. പല ദേശവിശേഷങ്ങൾ, പല ഭാഷവിധാനങ്ങൾ, നന്നു ചെന്നതിനോളം വിനയം പൂണ്ട് നല്ല രചനയിൽ തിളങ്ങിയ മലർ പൂച്ചെണ്ട്. പകിട്ടോടെ സമസ്തയെ പതിറ്റാണ്ട് നയിച്ചവർ പടച്ചോനിൽ ലയിച്ചല്ലോ തഹലീലെ. ചുണ്ടിൽ മധുമന്ദസ്മിതം പൂണ്ട് വിടർന്നഹലെ. നാളെ സുവർഗത്തിൽ അവർ കൂടെ ഇടം നൽകല്ലാ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ യൂസുഫ് ഉസ്താദ്, അതുപോലെ ഇവിടെ ഹബ്ബുൻ നബി പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയ സുഹൃത്ത് ഹാഫിള് സ്വാലിഹ് നിസാമി അവറുകൾ, ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മഹല്ല് ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വളരെ മഹത്തായ ഒരു നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ മജ്ലിസ് നൂറും മറ്റു സൂറത്തുകളെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്ഹാബുൽ ബദറിൻ്റെ മദദും ഹിഫ്ളും ഹിമായത്തും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ്റെ വിജയം കണക്കാക്കപ്പെടുന്നത് അവൻ്റെ അന്ത്യം നോക്കിയിട്ടാണ്. അന്ത്യം നന്നായാൽ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ മുഅ്മിനും അവൻ്റെ ആയുസ് മുഴുവനും ചെലവഴിക്കേണ്ടത്, അവൻ ജീവിതത്തിൽ മുഴുവൻ അവൻ പണിയെടുക്കേണ്ടത് അവൻ്റെ ആ മരണം നന്നാവാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് നല്ല മരണം നേടിയെടുക്കാൻ സാധിക്കുക? പുഞ്ചിരിച്ച് മരിക്കാൻ എങ്ങനെ സാധിക്കും? അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതിന് ഉത്തമമായ മാതൃക നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന് നമ്മോട് വിട പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മൻഖദ. അല്ലാഹു അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തോടൊപ്പം നാളെ സ്വർഗത്തിന്റെ ഉന്നത സോപാനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സംഭവ ബഹുലമായിരുന്നു അവിടുത്തെ ജീവിതം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ജീവിതമാണ്. ഒരുപാട് തൗഫീക്കുകൾ മഹാനാണ്.
ഒരുപാട് സൽഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായ വ്യക്തിത്വമാണ്. അവരെ ഇത്രയേറെ ഔന്നിത്യത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയുമോ? ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി ചെലവഴിച്ചു എന്നതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി തുനിഞ്ഞു എന്നതാണ്. തുടർന്നങ്ങോ മുഴുവനും അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച വളരെ സംഭവബഹുലമായ ജീവിതമായിരുന്നു മഹാനവറുകൾ നയിച്ചത്. മനസ്സിലാക്കണം. കൃത്യമായി പറഞ്ഞാൽ 7ാമത്തെ വയസ്സിൽ തന്നെ കിതാബോധി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ മുൻഗാമികളുടെ ചരിത്രത്തിലൊക്കെ ഇങ്ങനെ കേൾക്കാറുള്ളൂ. ഇത്രയും ചെറുപ്പത്തിലൊക്കെ കിതാബ് ഓതാൻ വേണ്ടി പോകുക എന്നുള്ളത് നമ്മികളായ ഇമാമികളുടെ ചരിത്രത്തിലൊക്കെ കേൾക്കാറുള്ളൂ. അപ്പൊ അത്രക്കും വലിയ സൗഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മർഖദ. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് ഔന്നിത്യങ്ങൾ അവർക്ക് നേടാൻ സാധിച്ചു. എത്തരത്തിൽ 16ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 17ാമത്തെ വയസ്സിൽ തിരൂർക്കാട് ഖതീബായി ചാർജ് എടുത്തു. തിരൂർക്കാട് പള്ളിയുടെ ഖതീബാണ്. 16-17 വയസ്സെന്ന് പറയുമ്പോൾ ഇന്നൊക്കെ പല കുട്ടികളും ദർസിൽ ചേരുന്ന സമയമാണ്. ആ സമയത്ത് തിരൂർക്കാട് പള്ളിയുടെ ഖതീബാണ്. അന്ന് അവിടെ മുഅദ്ദിനായിട്ടുണ്ടത് ആരെന്നറിയുമോ? അതവരുടെ വന്യപിതാവാണ്. വന്യപിതാവിന്റെ കൈകളിൽ നിന്ന് വാളെടുത്തിട്ട് മിമ്പറിൽ കയറുന്ന മകന്റെ ആ ഒരു ഔന്നിത്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ മകന്റെ ഔന്നിത്യം ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ആ പിതാവിന് എത്രത്തോളം അഭിമാനം ഉണ്ടായിരിക്കും, എത്ര അഭിമാനത്തോടു കൂടെയായിരിക്കും ആ വാളെടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഒരുപാട് ഉന്നതികൾ കൈവരിച്ച ജീവിതമാണ്. തീർന്നില്ല. പിന്നീട് 20ാമത്തെ വയസ്സിലെ ആ മഹലിന്റെ ഖാദിയാവും. സുബ്ഹാനല്ലാഹ്. 20ാമത്തെ വയസ്സിൽ ആ മഹലിന്റെ ഖാദിയാണ്. ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ ഖാദിയാവാൻ എത്രത്തോളം ഇൽമുകൾ സ്വായത്തമാക്കണം, എത്രത്തോളം ഇൽമുകൾ അവൻ പഠിക്കണം. ഈ ചുരുങ്ങിയ കാലത്ത്, ഈ 10-18 വർഷത്തിനുള്ളിൽ ഒരു ഖാദിയാവാൻ യോഗ്യനാകും വിധം അള്ളാഹുവിന്റെ ഇൽമു പഠിച്ചെടുത്തു മഹാൻ. ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ ഒരുപാട് ഔന്നിത്യങ്ങൾ അവർക്ക് ലഭിച്ചു. ഇതിന്റെ എല്ലാം മൂല കാരണം ഇൽമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇൽമിന്റെ പവിത്രത പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. എത്ര ഹദീസുകളാണ് ഇൽമിന്റെ മഹത്വം വിളിച്ചോതുന്നത്. എത്ര ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂദർദാ തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല അവസരത്തിൽ ഇൽമിന്റെ മഹത്വത്തെ പറഞ്ഞ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ഭൂരിഭാഗം ഹദീസുകളും ഉൾക്കൊള്ളിച്ച ഹദീസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സമയത്തും പറഞ്ഞ ഹദീസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഹദീസ്. അതിലിങ്ങനെ പറയുന്നു: من سلك طريقا يلتمس فيه علما سلك الله به طريقا من طرق الجنة وإن الملائكة لتضع أجنحتها رضا لطالب العلم وإن العلم ليستغفر له من في السماوات ومن في الأرض حيتان في جوف الماء وإن فضل العلم على العبد كفضل القمر ليلة البدر على سائر الكواكب وإن العلماء ورثة الأنبياء. അങ്ങനെ തുടങ്ങുന്ന ഒരു വിശാലമായ ഹദീസാ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന, അതിന്റെ കാരണത്താൽ അള്ളാഹു അവനെ സ്വർഗത്തിന്റെ ഒരു വഴിയിലൂടെ പ്രവേശിപ്പിക്കുമെന്നാണ്.
ഇൽമ് തേടിക്കൊണ്ടൊരു വഴിയിൽ പ്രവേശിച്ചാൽ അക്കാരണത്താൽ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിൽ അവൻ അല്ലാഹു പ്രവേശിക്കുമെന്നാണ്. തീർന്നില്ല. വഇന്നൽ മലായികത ലതലഉ അജ്നിഹ, തീർച്ചയായിട്ടും മലായികത്ത് കിറാം അലൈഹിമുസ്സലാം അവരവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്നാണ്. റിവല്ലി ത്വാലിബിൽ ഇൽമി, ഇൽമന്വേഷിക്കുന്നവന് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കുമെന്നാണ്. വഇന്നൽ അലിമാ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വൽഹീതാനു ഫീ വെള്ളത്തിന്റെ അടിത്തട്ടിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും അതുപോലെ ആകാശഭൂമികളിലെ സകല ചരാചരങ്ങളും ഒരു ആലിമിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നാണ്. ഒരു ആലിമിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. وإن فضل العالم على العابد كفضل القمر البدر على سائر الكواكب. ഒരു ആലിമിന്റെ ഫضل എത്രയാണ്? ഒരു ഇബാദത്ത് എടുക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് ഒരു ഇൽമ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനം എത്രയെന്നറിയുമോ? 14 രാവിലെ ചന്ദ്രൻക്ക് മറ്റു നക്ഷത്രങ്ങളെക്കാൾ മറ്റു ഗോളങ്ങളെക്കാൾ എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രത്തോളം സ്ഥാനം ഒരു ആലിമായ വ്യക്തിക്ക്, ഒരു ആബിദായ വ്യക്തിയേക്കാൾ ഉണ്ടെന്നാ. ആലോചിച്ചു നോക്കൂ, എത്ര പവിത്രതകളാണ്, എത്ര മഹത്വങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ ഇൽമിന് നൽകിയിട്ടുള്ളത്. വഇന്നൽ മലായികത വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, തീർച്ചയായിട്ടും പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ബൃഹത്തായാണ് ഈ ഹദീസ്. ഇതിലൂടെ ഇതെല്ലാം വിശദീകരിക്കുന്നത്, ഈ ഹദീസ് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങളാണ്. ആ ഖുർത്തുബി തങ്ങൾ ഈ ഹദീസിനെ കൊണ്ടുവന്നതിന് ശേഷം പറയുകയാണ്, വഹാദാ ഹദീസുൻ അളീമുൻ യദുല്ലു അലാ അന്ന തലബൽ ഇൽമി അഫ്ളലുൽ അഅമാൽ. ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം ഇൽമ് പഠിക്കലാണ്. വലിയ അമല്, ഏറ്റവും ശ്രേഷ്ഠമായ അമല് അത് ഇൽമ് പഠിക്കലാണ്. മാത്രവുമല്ല വഅന്നഹു ലാ യബ്ലുഗു അഹദുൻ റുത്ബത്തൽ ഉലമാ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒരാളും ആ ആലിമിന്റെ മഹത്വം, പണ്ഡിതന്മാരുടെ മഹത്വം കൈവരിക്കുകയില്ല. ഒരാൾക്കും പണ്ഡിതന്റെ മഹത്വം കൈവരിക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം ഇൽമിന് പവിത്രതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസാ. ഒന്നുകിൽ നീ ഒരു അറിവുള്ള പണ്ഡിതനാവണം, അല്ലെങ്കിൽ നീ ഇൽമ് പഠിക്കുന്ന ഒരു മുതഅല്ലിമാവണം, അല്ലെങ്കിൽ നീ ഇൽമ് കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കണം. വലാ തകുൻ ഖാമിസാ ഫതഹ്ലിക് വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ ഒരാളാവല്ലേ. അങ്ങനെ ആയാൽ ഫതഹ്ലിക്, നീ നശിക്കുമേ, അങ്ങനെ ആയാൽ നീ നശിക്കും കേട്ടോ. റസൂലുനാ സ്വല്ലല്ലാഹു അലൈഹി. അപ്പോൾ ഇൽമിന് ഇത്രയേറെ പവിത്രതയുണ്ട്. ഇൽമിന്റെ പവിത്രത ഈ നമ്മുടെ ഈ നാട്ടുകാർക്ക് ഓതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മഹത്വം പണ്ഡിതന്മാർ ഇൽമിനെയും അതിൻ്റെ അഹലുകാരെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ ഉന്നതമായ പദവി എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ 50-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസിൽ ഒരാൾക്കും ഒരു പ്രയാസവും വരുത്താതെ ഭക്ഷണം നൽകുന്ന ഉമ്മമാര്, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിക്കുന്ന നാട്ടുകാര്, എല്ലാം കൊണ്ടും റാഹത്ത്, എല്ലാം കൊണ്ടും സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട വലിയ മഹാന്മാരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ ഇൽമു കൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് അവർ അല്ലാഹു ബർക്കത ഇത്രയേറെ പദവികൾ കൈവരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തൗഫീഖുകൾ ലഭിച്ച മഹാനാണ്. അങ്ങനെ ഒരുപാട് തൗഫീഖുകൾ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, 47 വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ മുദരിസായി സേവനമനുഷ്ഠിച്ചവരാണ്. 47 വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വിദ്യാർത്ഥികൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ എത്ര ശിഷ്യന്മാരുണ്ടായിരിക്കും? അവർക്കൊക്കെ ഇൽമു പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലം എത്രയായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ ഒരു ആലിമായതിന്റെ ആ തൗഫീഖാണ്, ആ ഭാഗ്യമാണ് അവരുടെ അവസാന സമയത്ത് വരെ നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. തീർന്നില്ല. ഈ ഒരു ഇൽമ മാത്രമല്ല, ഇൽമ കൊണ്ട് മാത്രം മതിയായില്ല, ഒരുപാട് സൽഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായ വ്യക്തിയാണല്ലോ. അവരിൽ ഏറ്റവും പ്രകടമായ ഒരു വിശേഷണം എന്തെന്നറിയുമോ? അതവരുടെ വിനയവും സൗമ്യതയുമാ. സൗമ്യതയുടെയും വിനയത്തിന്റെയും പ്രതീകമായിട്ടല്ലാതെ ഈ മുസ്ലിം കൈരളിക്ക് അവരെ സങ്കല്പിക്കാൻ സാധിക്കുകയില്ല, അവരല്ലാതെ സ്മരിക്കാൻ സാധിക്കുകയില്ല. അത്രയും സൗമ്യതയുടെയും വിനയത്തിന്റെയും ഉടമയാണ്. ആത്മാർത്ഥമായി ഇൽമു പഠിച്ചതിന്റെ നേട്ടമാണ്. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമു പഠിച്ചാൽ അതിലൂടെ ലഭിക്കുന്ന, അതിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വിനയമെന്നത്. ഒരു മുഅ്മിനായ ഒരു ആലിമിന്, ഉഖറവിയായ ആലിമിനിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ വിശേഷണമാണ് തവാളു. ആ തവാളുവിന്റെ വലിയ ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. ഇൽമു അധികരിക്കുന്നിടത്തോളം, ഇൽമു അധികരിക്കുന്നതിനനുസരിച്ച് തവാളും അധികരിക്കണമെന്നാണ്. ഇൽമു കൂടുന്നതിനനുസരിച്ച് വിനയവും വർദ്ധിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. റസാനത്തുൽ ഇൽമി മന്നതു സഖിലുഹു യംശി ഖാദിയാൻ മിഖ്ദാര അസ്ഖാലി ويسجد الغصن بالأثمار إذ حملت أشجاره داليا من بعد إذلالي. റസാനത്ത് എന്ന നമുക്കെല്ലാവർക്കും അറിയാകുന്ന റസാനത്ത് എന്ന കിതാബിലുൾ പറയുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ബൈത്താണ് റസാനത്തുൽ ഇൽമി, ഇൽമിന്റെ കുല. മൻ കാനത് തുസഖിലുഹു, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഇൽമിന്റെ കുലകൾ എന്ന് പറഞ്ഞാൽ ഇൽമ് ആരെങ്കിലും ഭാരമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൽമിന്റെ കുലയെ ഏറ്റി നടന്നാൽ, ഇൽമ് ചുമന്ന് നടന്നാൽ, യംശി ബിഹാ, അവൻ ആ റസാനത്തിൽ ഇൽമു കൊണ്ട്, ആ ഇൽമിന്റെ വലിയ കുലകൾ കൊണ്ട് അവൻ നടക്കും. ഖാലിഅൻ മിഖ്ദാര അസ്ഖാലി, ഇങ്ങനെ താഴ്ന്നു നടക്കും. മിഖ്ദാര അസ്ഖാലി, അവൻ ചുമന്നിരിക്കുന്ന ഭാരത്തിന്റെ അളവനുസരിച്ച്, തോതനുസരിച്ച് അവൻ ഇങ്ങനെ താഴ്മയോടുകൂടി നടക്കും. വയസ്ജുദുൽ ഹുസ്നു, വയസ്ജുദുൽ ഹുസ്നു ബിൽ അസ്മാരി, ഫലം അധികരിക്കുന്നത് കൊണ്ട്, ഫലങ്ങൾ കൊണ്ട് കൊമ്പിങ്ങനെ താഴ്ന്നു വരും, തുമ്പിങ്ങനെ സുജൂദ് ചെയ്യും. ഫലങ്ങൾ അധികരിക്കുമ്പോൾ കൊമ്പിങ്ങനെ താഴ്ന്നു വരും. ഏത് നേരത്ത്? ഇത് ഹമലത് അഷ്ജാറുഹു, ആ കൊമ്പുള്ള മരങ്ങൾ ഇങ്ങനെ ചുമന്നു നിൽക്കുന്ന നേരത്ത്, ഈ ഫലങ്ങളെ ചുമന്നു നിൽക്കുന്ന നേരത്ത് അതിന്റെ കൊമ്പുകൾ ഇങ്ങനെ താഴ്ന്നത് നാം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ദാലിയം മിംബഅൻ, ഉയർന്നതിന് ശേഷം താഴ്ന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫലങ്ങളൊന്നും കായ്ക്കാത്ത അവസ്ഥയിൽ ആ കൊമ്പ് ഉയർന്നിട്ടായിരുന്നു. ഫലങ്ങൾ കായ്ച്ചു തുടങ്ങുമ്പോൾ കൊമ്പിങ്ങനെ താഴ്ന്നു വരും. അതുപോലെ തന്നെ ഇൽമിങ്ങനെ കൂടുന്നിടത്തോളം അതിനോളം അവനിങ്ങനെ താഴ്ന്നു വരണമെന്നാണ്. അതിനാണ് തവാളു. ആ താഴ്മയാണ് വിജയത്തിന്റെ എല്ലാം നിദാനം. ആ തവാളുവിന്റെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് കഥ. മാത്രവുമല്ല വളരെ സൗമ്യശീലനായിരുന്നു. ഏത് മനുഷ്യരോട് ഇടപെടുമ്പോഴും വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യതയോടു കൂടെയായിരുന്നു പെരുമാറിയിരുന്നത്.
പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് സൗമ്യത. ആളുകളോട് ദേഷ്യപ്പെടാതെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, മുഖപ്രസന്നതയോടുകൂടി സംസാരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടർമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, നാളെ ഈ മരണസമയത്ത് പുഞ്ചിരിച്ച് മരിക്കണോ, അതിന് ഇത്യാദി വിശേഷണങ്ങൾ നാം കൈവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മാത്രമാണ് ഈ പുഞ്ചിരിച്ച് മരിക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് റാഹത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ സമാറുകൂടി വളരെ സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നശ്വരമായ ഭൂമിയിൽ നാം ആ മലായിക്കത്ത് വരുന്ന ആ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വിശേഷണങ്ങളെല്ലാം നാം ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ഇൽമിനെ നാം മുറുകെ പിടിക്കണം. പിന്നീട് വറഅാണ്. ഏതൊരു മുഅ്മിനിന്റെ മനുഷ്യന് മുമ്പിലും താഴ്മയോടുകൂടെയായിരിക്കണം നാം അവരോട് പെരുമാറേണ്ടത്. മറ്റൊരു വിശേഷണം സൗമ്യതയാണ്. ദേഷ്യമില്ലാതെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഏതൊരു വ്യക്തിയോടും നാം പെരുമാറാൻ പാടുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദം നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയാകുമ്പോഴേ മലായിക്കത്ത് വരുമ്പോൾ പുഞ്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പുഞ്ചിരിച്ച് മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉസ്താദ് കാണിച്ചു തന്ന ആ മാർഗയിൽ ആ ഒരു മാർഗത്തിൽ നിലകൊള്ളാൻ അതനുസരിച്ച് ജീവിതം പര്യവസാനിപ്പിക്കാൻ അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല തഖ്വയും ഈമാനുമുള്ള ഖൽബ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു നല്ല ഇൽമുള്ള നല്ല സ്വലാഹുള്ള മക്കളാക്കി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ ചൊല്ലിയ എല്ലാ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്ഹാബ് അവരുടെ ആ മദതും ഹിഫ്ളും ഹിമായത്തുമെല്ലാം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരാരൊക്കെയുണ്ടോ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്നവർക്ക് എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇതുപോലെ അവൻ്റെ സ്വർഗ്ഗീയ ലോകത്ത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനോടുകൂടെ വലിയ വലിയ മഹാന്മാരോടുകൂടെ അവൻ്റെ ഇഷ്ടദാസന്മാരോടുകൂടെ സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ കഴിയാൻ അല്ലാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടുകൂടി വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠരെ, മറ്റു ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി അവറുകൾ, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങി പരിശുദ്ധമായ മജ്ലിസുൻ നൂറിൻ അസ്ഹാബുൽ മദറിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ വേദി സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കുവാൻ അവൻ നമുക്ക് എവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ആ വസന്തത്തെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സമയത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹിതമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ മണ്ണും വിണ്ണും ആ ആരവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ഹുബ്ബിനെ സംബന്ധിച്ച് നാം സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കൂടാതെ, അവിടുത്തെ മഹബ്ബത്ത് കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും ഇരുലോകത്തും വിജയിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. നാം നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കേണ്ടതാണ്, നാം എല്ലാവരും പരിപൂർണ വിശ്വാസിയായിട്ടുണ്ടോ? നമ്മുടെ ഈമാൻ പരിപൂർണമായിട്ടുണ്ടോ? വർഷങ്ങളായി അള്ളാഹുവിന്റെ ഭൂമിയിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈമാൻ പരിപൂർണമാക്കാൻ, പരിപൂർണമായ വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ നമുക്കാർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? നാം നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ, ഒരാളുടെയും വിശ്വാസം പരിപൂർണമാവുകയില്ല, അവനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ. നമ്മുടെ സമ്പത്തിനേക്കാളും, നമ്മുടെ സന്താനങ്ങളെക്കാളും, നമ്മുടെ മറ്റെല്ലാ സൗഭാഗ്യങ്ങളെക്കാളും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കൊണ്ട് നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ ഈമാൻ പരിപൂർണമല്ല, നാം പരിപൂർണ വിശ്വാസിയാവുകയില്ല. നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം സഹാബത്തും തബഉ താബീങ്ങൾ തുടങ്ങുന്ന മഹത്തുക്കളാകുന്ന നമ്മുടെ മുൻഗാമികൾ
നമുക്ക് മാതൃക കാണിച്ചു തന്നതല്ലയോ പരിശുദ്ധ പ്രവാചകനെ സമീപിക്കേണ്ടത് എങ്ങനെയാ? ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എങ്ങനെയാ? നാം നമ്മുടെ ഭൗതിക സുഖങ്ങളിലാണ്ടുകൊണ്ട് നമ്മുടെ സുഖങ്ങൾ തേടിക്കൊണ്ട് നാം അലഞ്ഞു പോകുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട പോലെ സ്നേഹിക്കാൻ, അവിടെ അർഹിച്ച സ്ഥാനം നൽകാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളെല്ലാം എങ്ങനെയായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നതെന്നറിയുമോ? നാം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ റൗളയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. നാം നന്മയാണ് ചെയ്യുന്നത്, ആ നന്മ കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അല്ല മറിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തി തിന്മയായിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ പരിശുദ്ധ റൗള ശരീഫിൽ ഇരുന്നു കൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. അല്ലാഹുവേ, ഇന്നാലിന്ന നിന്റെ അടിമ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, അവനിക്ക് പുറത്തു കൊടുക്കണേ. ഏതൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സങ്കടപ്പെടുത്താൻ, അവിടുത്തേക്ക് വിഷമമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ നാം അതിനെപ്പറ്റി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആ പ്രവാചകനെ സങ്കടപ്പെടുത്താൻ, ആ പ്രവാചകനെ വിഷമിപ്പിക്കാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുന്നത്? അങ്ങനെ റൗള ശരീഫിലിരുന്ന് ആ പരിശുദ്ധമാകുന്ന മദീനയിലെ മണ്ണും വിണ്ണും ഒരുപോലെ സന്തോഷിക്കുന്ന, ആ പരിശുദ്ധ മദീനയിലെ മണ്ണും വിണ്ണും സ്വന്തം അഹങ്കാരം പറഞ്ഞ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന, അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത, അവിടുത്തേക്ക് സന്തോഷമില്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്കെങ്ങനെയാണ് പ്രിയമുള്ളവരെ ചെയ്യാൻ സാധിക്കുന്നത്? നാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഖൽബിന്റെ രാജാവായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പരിശുദ്ധ റൗളയിരുന്നു കൊണ്ട് കാണുന്നുണ്ട്. അല്ലാഹു അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആ വിവരം അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നാം നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ പരിശുദ്ധ റസൂൽ സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള പരിശുദ്ധ റസൂലിനെ വേദനിപ്പിക്കാൻ, ആ പരിശുദ്ധ റസൂലിന് വിഷമമുണ്ടാകുന്ന ഒരു പ്രവൃത്തി നാം ചെയ്യാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ അതവരുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിച്ചവരായിരുന്നു. മഹാന്മാരാകുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിരിക്കുമ്പോൾ അവരുടെ ഇരുത്തം എങ്ങനെയാണെന്ന് മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരക്ഷരം ഉരിയാടാതെ, ശബ്ദമുണ്ടാക്കാതെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരങ്ങളിൽ നിന്ന് തുടിമുത്തുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അതിനുദാപനം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന അനുചരവൃത്തങ്ങളുടെ ചരിത്രം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അവരിയ്ക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷിയിരിക്കുന്നത് പോലെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പരിശുദ്ധ റസൂലിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അവർ. ഒരു സഹാബിവര്യന്റെ ചരിത്രം മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അറിയാതെ ഒരു സ്ത്രീയെ നോക്കിപ്പോയതിന്റെ പേരിൽ, അറിയാതെ ഒരു സ്ത്രീയെ നോക്കിപ്പോയി ഒരു സ്ത്രീയുടെ ശരീരം കണ്ടുപോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിനെങ്ങാനും എന്റെ കാര്യത്തിൽ വഹയി ഇറങ്ങുമോ? എന്റെ തെറ്റ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിവാക്കപ്പെടുമോ? പരിശുദ്ധ റസൂൽ ഞാൻ ചെയ്ത തെറ്ററിയുമോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം അതാ നാട് വിട്ടു പോവുകയാണ്, മലമുകളിലേക്ക് കയറി പോവുകയാണ്. ആ മലമുകളിൽ കയറിക്കൊണ്ട് ദിവസങ്ങളോളം മാസങ്ങളോളം അവിടെ കഴിച്ചു കൂട്ടുകയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എനിക്കെങ്ങനെയാണ് പോകാൻ സാധിക്കുക? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തു പോയല്ലോ, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയല്ലോ. ഈ തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിക്കുക?
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നാളെ മഹ്ശറ വൻസഭയിൽ ആരാരുമില്ലാത്ത സമയത്ത് ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ പരിചയം വേണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടല്ലാതെ, അവിടുത്തെ ശുപാർശ കൊണ്ടല്ലാതെ നമുക്ക് നാളെ രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസരത്തിൽ നാം നമ്മുടെ തെറ്റിന്റെ കൂമ്പാരവുമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ ആ പരിശുദ്ധ റസൂൽ നമ്മോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രിയമുള്ളവരെ, നാം അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഖൽബിന്റെ രാജാവായ, ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി അയക്കപ്പെട്ടവരായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖത്തേക്ക് എനിക്ക് എങ്ങനെയാണ് നോക്കാൻ സാധിക്കുക എന്ന് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ കണ്ണുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ണുകൊണ്ട് പരിശുദ്ധ റസൂലിനെ കാണാൻ സാധിക്കുമോ? ഈ കണ്ണുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം, പൗർണമിയേക്കാൾ ചന്തമുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിനുടമയായ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാൻ എനിക്ക് എൻ്റെ ഈ കണ്ണുകൊണ്ട് സാധിക്കുമോ? ഒരുപാട് തെറ്റുകൾ ചെയ്ത കണ്ണല്ലേ എൻ്റെ കണ്ണ്. ആ പരിശുദ്ധ റസൂലിനെ കാണാൻ സാധിക്കുമോ? നമ്മുടെ മനസ്സിലൂടെ ഈ ചിന്തകൾ കടന്നു പോകണം. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ അതിനെ വളരെയധികം അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചവരായിരുന്നു. എന്നാൽ നമുക്കങ്ങനത്തെ ചിന്തകൾ കടന്നു വരാറില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് പരിശുദ്ധ റൗള ശരീഫിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ ആ പരിശുദ്ധ റസൂലിനെ സങ്കടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ എന്തേ നമുക്ക് സാധിക്കുന്നില്ല? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിൽ സദാസമയം കടന്നു വരേണ്ട ചിന്തയാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരാനിരിക്കുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ അവദാനങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് നാം സന്തോഷിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമുണ്ടാകുന്ന, പരിശുദ്ധ റസൂലിന് വിഷമമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെ മാറ്റി നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം നമ്മുടെ കൈ കൊണ്ടെത്ര തെറ്റ് ചെയ്തു പോയി, നമ്മുടെ കണ്ണ് കൊണ്ടെത്ര തെറ്റ് ചെയ്തു പോയി, നമ്മുടെ കാല് കൊണ്ടെത്ര തെറ്റ് ചെയ്തു പോയി. നാളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ അവയവങ്ങൾ കൊണ്ട് സമീപിക്കാൻ നമുക്കങ്ങനെ കഴിയുക? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല, ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. മുഅ്മിനീങ്ങളെ, ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് തെറ്റുകളുടെ കൂമ്പാരവും പേറിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ സന്നിധിയിൽ നമുക്ക് എങ്ങനെ ചെല്ലാൻ സാധിക്കും? നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളെയും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചത്. അവാബത്തിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്ന സ്നേഹം എത്രത്തോളമായിരുന്നു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അവർക്ക് ഇഷ്ടമായിരുന്നു, അവർക്ക് ആദരവായിരുന്നു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഏതൊരു വസ്തുവാണെങ്കിലും അതിനെ ആദരിക്കാൻ, അതിന് വേണ്ട പരിഗണന കൊടുക്കാൻ മഹാന്മാരാകുന്ന സ്വഹാബത്ത് തയ്യാറായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ബിദായത്തു വന്നിഹായയിൽ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ സമീപത്തൂടെ കടന്നു പോവുകയാണ്.
അങ്ങനെ അബ്ബാസ് അവനുവിന്റെ വീടിന്റെ സമീപത്ത് പോയപ്പോൾ അവിടെ അതാ മഹാനവറുകളുടെ വീട്ടിൽ നിന്ന് ഒരു മഴവെള്ളം പോകാനുള്ള പാത്തി ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ ഒരൽപ്പം മാറ്റിവെക്കുകയാണ്. അതുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഒരൽപ്പം അപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിക്കും, അല്ലയോ തങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് സ്ഥാപിച്ചതാണ് ഈ പാത്തി ഇവിടെ, അത് മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടപാടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാനതറിഞ്ഞില്ലല്ലോ പ്രിയമുള്ള അബ്ബാസ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിക്കൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള ചവിട്ടുപടിയായി നിന്ന് കൊടുത്തുകൊണ്ട് ആ പാത്തി പഴയപടി ആക്കി വെക്കുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ച അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ വെച്ചിട്ടുള്ളതായ ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മാറ്റാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. അത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ആദരിച്ചിരുന്ന, എല്ലാത്തിനോടും പ്രകടിപ്പിച്ചവരായിരുന്നു മഹാന്മാരാകുന്ന സ്വഹാബത്ത്. മഹാനാകുന്ന ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖ് ദിമഷ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന ഒരാളുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അസ്ലഅ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തെ റെഡിയാക്കി നിർത്തുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങോട്ടും യാത്ര പോകാനുണ്ടെങ്കിൽ വിശുദ്ധ റസൂലിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ പരിശുദ്ധ പ്രവാചകന്റെ വാഹനത്തെ റെഡിയാക്കി കൊടുക്കുന്ന സഹാബിയാണ്. അവിടുത്തെ ഖാദിമായ ഒരുപാട് കാലം ജീവിച്ച മഹാനാണ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിക്ക് എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തോട് തന്റെ വാഹനം റെഡിയാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട യാത്രയുണ്ട്, വാഹനം റെഡിയാക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം റെഡിയാക്കുന്നില്ല. അദ്ദേഹം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനമാകുന്ന നബി തങ്ങളുടെ ഒട്ടകത്തെ സമീപിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറ്റൊരു സഹാബിയെ വിളിച്ചുകൊണ്ട് വാഹനം റെഡിയാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. പിന്നീട് അത് കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ, എന്തേ അസ്ലഅേ, നീ എന്റെ വാഹനം റെഡിയാക്കാതിരുന്നത്? ഞാൻ വാഹനം റെഡിയാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താണ് അതിന് മുതിരാതിരുന്നപ്പോൾ? പ്രിയമുള്ളവരെ, മഹാനായ അസ്ലഅ തങ്ങൾ പറഞ്ഞ മറുപടി നാം മനസ്സിരുത്തി ആലോചിക്കണം. അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധ പ്രവാചകരെ, ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ എനിക്ക് ജനാബത്തുണ്ടായി. ശുദ്ധിയില്ലാതെ അങ്ങയുടെ വാഹനത്തെ സമീപിക്കാൻ, അങ്ങയുടെ പരിശുദ്ധമായ വാഹനത്തെ റെഡിയാക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. ശുദ്ധിയില്ലാതെ അങ്ങിരിക്കുന്ന വാഹനത്തെ റെഡിയാക്കാൻ, അതിനെ സ്പർശിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി വരൻ അവിടുത്തെ ആദരവ് പ്രകടിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചിരുന്ന, നബി തങ്ങൾ യാത്ര ചെയ്തിരുന്ന ആ വാഹനത്തിന് പോലും സ്വഹാബത്ത് നൽകിയിരുന്ന പരിഗണന എത്രയാണ്. മുഅ്മിനീങ്ങളെ, നാം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ആ പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ തോളമുണ്ടെന്ന് നാം ആലോചിക്കണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുമ്പോൾ അവിടുത്തെ സുന്നത്തുകളെ വിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പാതയെ, ആ ചര്യയെ പിൻപറ്റുക എന്നതാണ്. എന്നാൽ ആ പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം ആ സുന്നത്ത് പിൻപറ്റുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ പരിശുദ്ധ റസൂലിനോടുള്ള പ്രണയം, ആ പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം അതൊരു വേറെ തന്നെയാണ്. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു കഴിഞ്ഞാൽ, അവന്റെ മനസ്സിൽ ആ പരിശുദ്ധ റസൂലിനോടുള്ള യഥാർത്ഥ സ്നേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിന് വല്ലാത്ത പ്രകാശമാണ്. അവന്റെ മനസ്സിന് വല്ലാത്ത പ്രകാശമാണ്. ഈ ദുനിയാവിന്റെ
മ്ലേച്ഛമായ തെറ്റുകളിൽ അവൻ അകപ്പെടുകയില്ല. അവന്റെ പരിശുദ്ധമാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റിസാലത്തിന്റെ നൂർ അവന്റെ മനസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനക്ക് പ്രയാസങ്ങളില്ല, പ്രതിബന്ധങ്ങളില്ല. മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ നമുക്ക് ആ മഹബ്ബത്തിന്റെ പല അടയാളങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പ്രസിദ്ധമായ അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ അശ്ശിഫ ബിതാരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് മഹബ്ബത്തുള്ള, അവിടുത്തോട് യഥാർത്ഥ സ്നേഹമുള്ള ആളുകളുടെ അടയാളങ്ങൾ എണ്ണി എണ്ണി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വസ്തുവുണ്ടോ, ഏതൊരു കാര്യമുണ്ടോ അതിനോട് അവനിക്ക് ഇഷ്ടമായിരിക്കും, അതിനെ സ്നേഹിക്കാൻ അവൻ റെഡിയായിരിക്കും. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അവനക്ക് അതിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും, അത് ചെയ്യാൻ വലിയ ഉത്സാഹമായിരിക്കും. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തെ ചരിത്രങ്ങളായ വിറക്കിക്കൊണ്ട് നാം മൗലിദ് പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ റസൂലിനോട് യഥാർത്ഥ മഹബ്ബത്തുള്ള, പരിശുദ്ധ റസൂലിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവനിക്ക് ആ മൗലല്ലാത്ത പ്രിയമായിരിക്കും. മൗലിദിൽ പങ്കെടുക്കാൻ വലിയ ആവേശമായിരിക്കും. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തി പറയുന്ന പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സാണല്ലോ ഇത്. അതിൽ പങ്കെടുക്കാൻ അവർക്ക് വലിയ ആവേശമായിരിക്കും, അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കാൻ അതിനു വേണ്ട പ്രവർത്തനം അവൻ മുൻപന്തിയിലുണ്ടാകും. അവന്റെ മനസ്സിനത് വല്ലാത്ത സന്തോഷമായിരിക്കും. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവിന്റെ ജന്മദിനമാണല്ലോ. അതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? കൊണ്ട് ആ പരിശുദ്ധ റസൂലുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും അവനക്ക് വല്ലാത്ത താല്പര്യമായിരിക്കും, അതിനോട് വല്ലാത്ത മഹബ്ബത്തായിരിക്കും. അതിന്റെ ഭാഗമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൈമാറി തന്നിട്ടുള്ള പരിശുദ്ധമായ ഇൽമിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നതും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദമായത് പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഇൽമിനോടുള്ള സ്നേഹം, അവർക്ക് ഇൽമിന് മഹത്വം, മഹബ്ബത്ത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. ദീർഘകാലം വർഷങ്ങളായി ദർസ് നടന്നു വരുന്ന ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങളോട് വല്ലാത്ത ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഭക്ഷണമായാലും വസ്ത്രമായാലും എന്ത് സൗകര്യങ്ങൾക്കും മടിയില്ലാതെ ആവേശത്തോടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊളുത്തിവെച്ച ആ ഇൽമിന്റെ പ്രകാശം കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കാൻ, ആ സ്നേഹം യഥാർത്ഥത്തിൽ മനസ്സിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവിടുത്തേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന സ്വഹാബത്ത്, അവർക്ക് അവരുടെ എല്ലാത്തിനേക്കാളും പരിശുദ്ധ റസൂലിനോടായിരുന്നു സ്നേഹമുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ അക്രമം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ, നബി തങ്ങൾക്ക് പരുക്ക് പറ്റി എന്ന് കേട്ടപ്പോൾ അൻസാരിയായ ഒരു സഹാബി വനിതയുണ്ടല്ലോ, അവരുടെ ഭർത്താവും സഹോദരന്മാരും മക്കളുമായ യുദ്ധത്തിൽ ഷഹീദായി എന്ന വാർത്ത അവർ അറിഞ്ഞിരുന്നു. പക്ഷേ അവരതിനെ ഗൗനിച്ചതില്ല. തന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ അവർ പോയില്ല, തന്റെ സഹോദരൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ അവർ പോയില്ല, തന്റെ മക്കൾ സംഭവിച്ചു എന്ന് നോക്കാൻ അവർ പോയില്ല. അവർ ചോദിച്ചതെന്തെന്നറിയുമോ? പരിശുദ്ധ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? എൻ്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ സ്ത്രീ അങ്ങനെ യുദ്ധക്കളത്തിലൂടെ ഓടി നടക്കുകയാണ്. അങ്ങനെ സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു, ഇല്ല, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മദാനമില്ല, എനിക്ക് എൻ്റെ റസൂലിനെ ഒന്ന് കാണണം, ആ പരിശുദ്ധ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരണം, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് പരിശുദ്ധ റസൂലിന് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുറപ്പായപ്പോഴാണ് ആ സഹാബി വനിതയ്ക്ക് ആശ്വാസമായത്, ആവശ്യമായത്. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും സഹോദരനും മക്കളുമായ യുദ്ധത്തിൽ ഷഹീദായിട്ടും അവർക്ക് പരാതിയില്ല, അവർക്ക് പ്രയാസമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന വാർത്ത അറിഞ്ഞതോടെ അവർക്കെല്ലാം സന്തോഷമായി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദാസമയം കണ്ടുകൊണ്ടിരിക്കാൻ ആ പരിശുദ്ധമാകുന്ന പൂമുഖത്തേക്ക് നോക്കിടത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചവരായിരുന്നു മഹാകുന്ന സ്വഹാബത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീർഘകാലം സേവനം ചെയ്ത മറ്റൊരു സ്വഹാബിയാണ് തൗബാൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോവുകയാണ്. പക്ഷേ കുറെ സമയം കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നില്ല. പരിശുദ്ധ റസൂൽ തിരികെ വരാത്തത് കണ്ടപ്പോൾ തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വേവലാതിയായി. റസൂലിന്റെ തിരികെ വരാത്തത് ഒരുപാട് സമയമായല്ലോ പോയിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള സങ്കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ തൗബാൻ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസോ, എന്ത് സംഭവിച്ചു പോയി? ഇപ്പോൾ മഹാനാകുന്ന തൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പുറത്തുപോയി ഒരുപാട് സമയമായിട്ടും തിരിച്ചു വരാതായപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി, എനിക്ക് വല്ലാത്ത വിഷമം വന്നുപോയി. കാരണം എന്തെന്നറിയുമോ? ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ച് സമയം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിൽ പ്രവാചകരെ അങ്ങ് ഉയർന്ന തട്ടിലായിരിക്കുമല്ലോ, അങ്ങേറ്റവും ഉയർന്ന സ്വർഗ്ഗത്തിലെ ഉന്നതമായ ഹൈ ക്ലാസ്സിലായിരിക്കുമല്ലോ. ആ സമയത്ത് ഞങ്ങളെല്ലാം താഴ്ന്ന തട്ടിലിരിക്കുമ്പോൾ ആ പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ പൂമുഖം കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടതാണ്. അപ്പോഴാണ് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വഹി ഇറക്കി കൊടുക്കുന്നത്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അതാ പരിശുദ്ധ വഹയിന്റെ സന്ദേശവുമായി ഇറങ്ങി വരികയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരോട് സ്വാലിഹീങ്ങളോട് സിദ്ദീഖുകളോട് കൂടെയായിരിക്കും അവർക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറക്കി കൊടുക്കുകയാണ്. ഈ പരിശുദ്ധ സ്വഹാബി പരാതി പറഞ്ഞ സമയത്ത് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ സ്വഹാബത്തി എത്രത്തോളമായിരുന്നു സ്നേഹിച്ചിരുന്നത്, അവർ നൽകിയിരുന്ന ആദരവ് എത്രത്തോളമായിരുന്നു. ആ പരിശുദ്ധ റസൂലിനെ അവർ സ്നേഹിച്ചതുപോലെ അവർ നൽകിയ ആദരവോടെ നമുക്ക് ആദരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ പരിശുദ്ധ റസൂലിന് ഖിദ്മത്താൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി ആ സ്വഹാബത്ത് മത്സരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരവസരം കിട്ടിയാൽ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനത്തിന് വേണ്ടി അവർ എല്ലാം വിട്ടേച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ പരിശുദ്ധ റസൂലിനെ സേവനം ചെയ്യാൻ, ആ പരിശുദ്ധ റസൂലിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് അവസരമുണ്ടോ? മഹാന്മാരാകുന്ന ഇമാമികൾ അതിനെപ്പറ്റി
പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അവർ അതിനെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോടുള്ള ഖിദ്മത്ത് സാധിക്കുമെന്ന് മഹാനാകുന്ന ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബുർദയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖദംതുഹു ബിമദീഹിഹി അസ്തഖീലു ബിഹി. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ അവർക്ക് ഖിദ്മത്ത് ചെയ്തു. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അല്ലാഹുവിനോട് ഞാൻ ആവശ്യപ്പെടുന്നു തേഞ്ഞുകൊണ്ട് മഹാനാകുന്ന ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ബുർദയിൽ പാടുന്നുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ആ ബുർദയുടെ ശറഹിൽ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനിന് അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ, അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് അവിടുത്തെ പ്രകീർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. അത് അവനക്ക് അതിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ ഹൈതമി അലൈഹി അവിടുത്തെ ആ ബുർദയുടെ ശറഹിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്നു, ആ പരിശുദ്ധ റസൂലിനെ ആദരിക്കുന്നു എന്ന് പറയുമ്പോഴും, ആ പരിശുദ്ധ റസൂലിനോടുള്ള അവിടുത്തെ മദ്ഹുകൾ പാടി പറയുമ്പോഴും, ആ പരിശുദ്ധ റസൂലിനെ കാണാനുള്ള ഒരു അവസരം, ആ കാണാനുള്ള ഒരു ആഗ്രഹം ഏതൊരു മുഹിബിന്റെയും ഏതൊരു ആശിഖിന്റെയും മനസ്സിലുണ്ടാകുന്ന ആഗ്രഹമാണ്. നമ്മുടെ ആ പ്രവാചകനെ കാണാനുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധമാകുന്ന റസൂലിന്റെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് പരിശുദ്ധമാകുന്ന സഹാബത്തെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ, അവർ സന്തോഷിച്ചപ്പോൾ, പാപികളാകുന്ന പാപങ്ങൾ പേറി നടക്കുന്ന നമുക്ക് ആ പരിശുദ്ധ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കിനാവിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കണ്ടേ? മഹാനാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചരിത്രം നാം കേട്ടിട്ടില്ലേ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനായി ഒരുപാട് ആഗ്രഹിച്ച മഹാനാണ്. ഒരുപാട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണണമെന്ന് ഒരുപാട് ആഗ്രഹം മനസ്സിൽ പേറിക്കൊണ്ട് നടന്ന മഹാനാണ്. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള നാട്ടുകാരെല്ലാം പരിശുദ്ധ റസൂലിനെ കാണാൻ പോകുന്നു. പരിശുദ്ധ റസൂൽ അസ്നായി കിടക്കുന്ന ആ സമയത്ത്, ആ പരിശുദ്ധ റസൂലിന്റെ അവസാന ദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പരിശുദ്ധ റസൂലിനെ കാണാനായി യാത്ര തിരിച്ചപ്പോൾ ഉവൈസുൽ ഖർനിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ പോരുന്നുണ്ടോ? ഞങ്ങൾ പരിശുദ്ധ റസൂലിന്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ പരിശുദ്ധ റസൂലിനെ ഒന്ന് കാണാൻ എന്റെ മലാതെ വെമ്പൽ കൊള്ളുന്നുണ്ട്. പക്ഷേ എന്റെ രോഗിയായ ഉമ്മയെ വിട്ടേച്ചുകൊണ്ട് അവരെ ഇവിടെ തനിച്ചാക്കിക്കൊണ്ട് എനിക്ക് പോരാൻ സാധിക്കില്ല. ആ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരാളില്ലാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കുകയാണ്. ആ കൂടെയുള്ളവരെല്ലാം പരിശുദ്ധ റസൂലിന്റെ നാട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധ വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മഹാനാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് രോഗം വന്നതിന് അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഇരുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നത് കൊണ്ട് ആ പരിശുദ്ധ റസൂലിനെ കാണാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ പരിശുദ്ധ റസൂലിനെ കാണാൻ, ആ പൂമുഖം ഒന്ന് നേരിൽ കാണാൻ എനിക്കല്ലോ. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിലെങ്കിലും ഒന്ന് കാണാൻ നമുക്ക് സാധിക്കണ്ടേ? നാം എത്ര കാലമായി പരിശുദ്ധ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ആ പുഞ്ചിരിക്കുന്ന പൂമുഖം ലോകം പോലും സൂര്യൻ പോലും സർവ്വതും നാണിച്ചു പോയ ആ സൗന്ദര്യത്തിന്റെ മരണമായ പരിശുദ്ധ റസൂലിന്റെ പൂമുഖം കാണാൻ നമുക്കെന്തേ സാധിക്കാത്തത്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്കതിന് സാധിക്കുമോ? മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ എത്രയാണ് അതിനു വേണ്ടി ആഗ്രഹിച്ചത്? നാം എത്ര സമ്പാദിച്ചു, എത്ര പൈസ ഉണ്ടാക്കി, ഒരുപാട് നേടിയെടുത്തു. പക്ഷേ ആ പരിശുദ്ധ റസൂലിനെ ഒന്ന് കാണാൻ നമുക്ക് സാധിച്ചോ?
പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന്, പുന്നാര റൗളയിൽ പോകുന്നതെന്നാണ്, പൂമാനം വീശുന്ന റൗള ശരീഫൊന്ന് കാണുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്ന തോടി യഥാർത്ഥത്തിൽ ഇഷ്ക് വെക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാകേണ്ട ആഗ്രഹമാണ് പരിശുദ്ധ റസൂലിനെ ഒന്ന് കാണാൻ, കിനാവിലെങ്കിലും ആ പൂമുഖം ഒന്ന് കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കണമെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് ഒരു പുതിയ തീരുമാനമെടുക്കാൻ സാധിക്കണം. ആ റസൂലിനോട് കൂടുതൽ സ്നേഹമുണ്ടാകാൻ, അവിടുത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട്, ഒരുപാട് സലാത്തുകൾ അർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമൊന്നുകൂടി ഉറപ്പിക്കാൻ, ആ സ്നേഹം ഒന്നുകൂടി അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ സഹാബത്തും താബിഈങ്ങളും ഇമാമിങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുപോലെ, അവിടുത്തെ പാത പിൻപറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പാത പിന്തുടർന്നുകൊണ്ട് മുത്തുനബിയുടെ യഥാർത്ഥ ആശിഖീങ്ങളാകാൻ, യഥാർത്ഥ മുഹബ്ബീങ്ങളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിച്ചതുകൊണ്ട്, അവിടുത്തെ അവദാനങ്ങൾ പാടി പറഞ്ഞതുകൊണ്ട്, അത് കാരണമായ നാളെ പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ ലഭിക്കുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധ റസൂലിനെ പറഞ്ഞത്, ആ പരിശുദ്ധ റസൂലിനെ കേട്ടതിൻ്റെയൊക്കെ മിസ്ലി സവാബിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, അവരുടെയൊക്കെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മെയും നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയൊക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ചൊരു സഹോദരൻ ഗൾഫിൽ ചെറിയ പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ടും ബദരീങ്ങളെ ഹഖ് ജാഹ് കൊണ്ടും അല്ലാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് സലാമത്തിലാക്കി കൊടുക്കട്ടെ. ഈ ആഴ്ചയിൽ നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് ആളുകൾ, 2-3 ആളുകൾ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടന്നിരുന്ന അംസാജി ചെറിയ പ്രയാസമായി, നേരത്തെ ദുറമനാജി പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു എത്രയും പെട്ടെന്ന് ആഫിയത്ത് കൊടുത്ത് ദീനിന് ഒരുപാട് കാലം ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ മുന്നേ അതിനുവേണ്ടി ഒരുങ്ങി അവരെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വിശ്രമമില്ലാത്ത രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നല്ലതുപോലെ ഖൽബി ഉറപ്പിക്കാനുള്ളൊരു സബബായി റബീഉൽ അവ്വലിൻ്റെ ആഘോഷ പരിപാടികൾക്ക് അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. നമുക്കും റസൂലുള്ളാഹിനെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഖിദ്മകൾ ശരീരം കൊണ്ടാണെങ്കിൽ അങ്ങനെ, മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഈ പരിശുദ്ധമായ മദ്രസക്കും നമ്മുടെ നാടിനും നബിദിന പരിപാടികൾക്കൊക്കെ ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ തമ്പുരാനെ പരിശുദ്ധമായി മജ്ലിസിൽ കൂടി മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ് തവസ്സുലാക്കി ദുആ ചെയ്ത് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ ഓതി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുപാട് വഅദുകളും നസീഹത്തുകളും ഞങ്ങൾ കേട്ടതൊക്കെ പരിപൂർണമായ നിലക്ക്, കാമിലായ നിലക്ക് ഞങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ മിസ്ല സവാബ് ഞങ്ങളാക്കി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ പലരും ഖബറിലാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോമിനിങ്ങളുടെ ഒക്കെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരാരെങ്കിലും ഖബറിൽ പ്രയാസത്തിലാണെങ്കിൽ
ആ പ്രയാസം തീർത്ത് സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ സന്തോഷമില്ല യൗമിൽ ഖിയാമ അവരുടെ ഖബറിൽ നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഖബറിലിട്ട് അതിന്റെ ഇരുട്ടിലിട്ട് അവരെ നീ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. അവരാരെങ്കിലും ഈ സമയം ഖബറിൽ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിതകാലത്ത് ഞങ്ങളാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിൽ, പ്രയാസപ്പെടുന്നതിനിടയിൽ, ഞങ്ങൾക്ക് വേണ്ട റിസ്ക് കണ്ടെത്തുന്നതിനിടയിൽ ഒരുപാട് ഇബാദത്തുകളും ഒരുപാട് നന്മകളിൽ നിന്നും വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നീ വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഹസനാത്തിന്റെയും സ്വാലിഹാത്തിന്റെയും ഒരു മിസ്ല സവാബ് അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരുടെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖബറിന്റെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖബറിന്റെ ഫിത്ന പ്രയാസങ്ങൾ അദാബ് മുസീബത്തുൽ ഉമ്മത്തിൽ നിന്ന് അവർക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടുമ്പോൾ സന്തോഷവും സമാധാനവും നൽകുന്ന നല്ല ഖബർ ഞങ്ങൾക്കൊക്കെ അല്ലാഹ്. ഖബറിലിട്ട് ഞങ്ങൾ ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഒരുപാട് പറയാനും കേൾക്കാനുമുള്ള തൗഫീഖും അവസരവും ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തന്നവർക്കും ഞങ്ങളുടെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ പരിശോധന ഖിദ്മത്ത് ചെയ്യുന്ന നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ, ഒരുപാട് ദീനീ സ്നേഹികളായ ചെറുപ്പക്കാർ, അതുപോലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവസരം കൊടുക്കുന്ന, വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഉമ്മമാര്, സഹോദരിമാർ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാനും സ്വർഗത്തിലെ ഉടയാടകൾ ധരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും, നിന്റെ ഖജനാവ് വിശാലമാണ്, നിന്റെ അഫു വിശാലമാണ്, നിന്റെ റഹ്മത്ത് വിശാലമാണ്. ആ റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഇനിയുള്ള കാലം നിന്റെ താഴത്തിലായി തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ പ്രയാസത്തിലാക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വശലാവാത്ത അവസ്ഥയിൽ നിന്ന്, വശലാകാത്തൊരവസ്ഥ, ഇല്ലത്തിലാവാത്ത അവസ്ഥ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ, ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ, മക്കളിൽ, സമ്പത്തിൽ, വരുമാന മാർഗങ്ങളിലെല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങൾ റളിയല്ലാഹു തആല അൻഹും അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ഹിഫ്ളും ഹിമായത്തും ഞങ്ങളുടെ നാടിനും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കൊക്കെയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ നാടിന് നേതൃത്വം നൽകി മരണപ്പെട്ടു പോയ ഒരുപാട് ഉഖ്റവിയായ അലിമീങ്ങൾ, അവരുടെയൊക്കെ ദറജ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാൻ. സ്വർഗത്തിൽ വെച്ച് അവരെ കാണാനും സന്തോഷം പങ്കിടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരെ കൂടെ സ്വർഗത്തിൽ വെച്ചുകൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത ഹസനാത്തുകൾ വളരെ തുച്ഛമാണ്. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ അത് വളരെ കൂടുതലാണ്. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഹസനാത്തുകൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ കിടക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് സാധ്യമല്ല. നിന്റെ ഖജനാവ് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫളുല് കൊണ്ട് സ്വർഗത്തിന്റെ അവകാശികൾ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും സ്നേഹിച്ചവരെയും സഹകരിച്ചവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിശുദ്ധമായ റബീഉൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് മദ്ഹുകൾ പറയാനും കേൾക്കാനും അതിന് വേണ്ട എല്ലാം ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജിവാറിലായിക്കൊണ്ട് സ്വർഗത്തിൽ വെച്ചുകൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്നെ പേടിച്ച് ജീവിക്കുന്ന തഖ്വയോടുകൂടെ ജീവിക്കുന്ന, നിന്റെ തൃപ്തി കാംക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായ സ്വാലിഹ്യങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല കുടുംബങ്ങളും ഈ കൂട്ടത്തിൽ അവരുടെ ശിഫാ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബദരീങ്ങളെ ബറക്കത്തുണ്ട്, മദ്രസിന്റെ ബറക്കത്തുണ്ട്, അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, കയ്യും കാലും മുറിച്ചു മാറ്റേണ്ട രോഗങ്ങളെ തൊട്ട്, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നല്ല രൂപത്തിൽ ദുനിയാവിൽ വിട പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ആരെയും പ്രയാസപ്പെടുത്താതെ നിന്നോടുള്ള ബാധ്യതകളൊക്കെ നിറവേറ്റി, നിന്റെ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിറവേറ്റി സന്തോഷത്തോടുകൂടി ലോകത്തിന് വിട പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മുൻഗാമികളൊക്കെ എങ്ങനെയാണോ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞത്, കലിമത്തു ഷഹാദ നല്ല ഉച്ചത്തിൽ 3 തവണ ചൊല്ലി
നല്ല സ്ഥലത്ത് വെച്ച് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നല്ലത് പറഞ്ഞു നല്ലവരുടെ സാന്നിധ്യത്തിലായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദാബിനെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, ദലാലത്തിനെ തൊട്ട്, ബിദ്അത്തിനെ തൊട്ട്, കുഫറിനെ തൊട്ട്, ഇൽഹാദിനെ തൊട്ട്, നിഫാഖിനെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. സിഹറിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. കണ്ണേറിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ, മക്കളിൽ, എല്ലാവിധ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്നെ പേടിച്ച് ജീവിക്കുന്ന നല്ലതായ സ്വാലിഹങ്ങളായ അടിമകളിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم بحق الفاتحة المعظمة سبع المثاني أن تفتح لنا كل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير، وأن تحفظنا في ديننا وأنفسنا وأهلنا وأولاد أصحابنا من كل محنة وفتنة وآفة ومصيبة وبوس وضير، إنك ولي لكل خير ومتفضل بكل خير ومعطي لكل خير. ربنا تقبل منا مجلسنا هذا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا ولوالدينا ولأساتذتنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. ربك رب العزة عما يصفون، وسلام على المرسلين، الحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അടുത്ത മാസത്തെ സലാത്ത് സെപ്റ്റംബർ മാസം 13-ാം തീയതിയായിരിക്കും. സെപ്റ്റംബർ മാസം 13-ാം തീയതിക്കും അടുത്ത സ്വലാത്തും മജ്ലിസുൻ നൂറും എന്നറിയിക്കുന്നു.